കേന്ദ്രവും സംസ്ഥാനവും പുതിയ ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയതോടെ കൂടുതൽ ആളുകൾ സോളാർ എനർജിയിലേക്ക് മാറുന്നു. കൂടിയ വൈദ്യുതി ബില്ലുകളിൽ നിന്നുള്ള മോചനത്തിനൊപ്പം സുസ്ഥിരമായ ഊർജ്ജ സ്രോതസ് കൂടിയാണ് സോളാർ. ഗവൺമെന്റ് സബ്സിഡിയോടെയും കുറഞ്ഞ പലിശയിൽ ലോൺ സൌകര്യത്തോടെയും വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് ആകർഷകമായ പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് കണ്ണൂർ ആസ്ഥാനമായ കെവി സോളാർ കമ്പനി. കൂടിയ വൈദ്യുതി ബില്ലുകളിൽ നിന്നുള്ള മോചനം എന്ന നിലയ്ക്ക് മാത്രമല്ല, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സുസ്ഥിരമായ ഊർജ്ജ സ്രോതസ് എന്ന നിലയിൽ കൂടിയാണ് ആളുകൾ സോളാർ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുവാൻ കേന്ദ്രവും സംസ്ഥാനവും KSEBയും പ്രോത്സാഹിപ്പിക്കുന്നതും പുതിയ ബജറ്റിൽ സോളാറിന് പ്രത്യേക പരിഗണന നൽകിയിരിക്കുന്നതുമൊക്കെ കൂടുതൽ ആളുകൾ സോളാറിലേക്ക് മാറുവാൻ കാരണമാകുന്നുണ്ട്. 1 കോടി വീടുകൾക്ക് സോളാർ സ്ഥാപിക്കാനുള്ള സബ്സിഡി നൽകുമെന്നാണ് ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. 78,000 രൂപ വരെയുള്ള ഗവൺമെന്റ് സബ്സിഡിയോടെയും കുറഞ്ഞ പലിശയിൽ 10 വർഷം വരെയുള്ള ലോൺ സൗകര്യത്തോടെയും വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്നതിന് ഉപഭോക്താക്കൾക്ക് ആകർഷകമായ പദ്ധതിയുമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് കണ്ണൂർ ആസ്ഥാനമായ കെവി സോളാർ കമ്പനി. കുറഞ്ഞ പലിശയിലുള്ള ലോണും സബ്സിഡിയും ലഭിക്കുന്ന ഒരു കസ്റ്റമർക്ക് നിലവിലെ കറന്റ് ബില്ലിന്റെ പകുതി പോലും ബാങ്ക് ലോൺ ഇനത്തിൽ വരുന്നില്ല. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ബില്ല് ഉപഭോക്താവിന് പ്രശ്നമാവുകയില്ല എന്നതും കൂടുതൽ ഉപഭോക്താക്കളെ ഈ പദ്ധതിയിലേക്ക് ആകർഷിക്കുന്നുണ്ടെന്ന് കെവി സോളാർ അധികൃതർ പറഞ്ഞു. അദാനി, വി-ഗാർഡ്, കിർലോസ്കർ തുടങ്ങിയ ബ്രാൻഡുകളുടെ സോളാർ പാനലുകൾ 30 വർഷത്തെ പ്രൊഡക്റ്റ് വാറന്റിയോടെയാണ് കെവി സോളാർ കമ്പനി സ്ഥാപിച്ചു നൽകുന്നത്. 5 വർഷം വരെ ഫ്രീ സർവീസും കമ്പനി നൽകുന്നുണ്ട്. സൈറ്റ് സർവേയും KSEBയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ലോണും സബ്സിഡിയും ലഭിക്കുന്നതിന് വേണ്ട എല്ലാ പേപ്പർ വർക്കുകളും കസ്റ്റമേഴ്സിന് ചെയ്തു നൽകുന്നുണ്ടെന്നും കെവി സോളാർ അധികൃതർ അറിയിച്ചു. കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെയും കണ്ണൂർ വിഷൻ ചാനലിന്റെയും സഹകരണത്തോടെയാണ് ജില്ലയിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത്. താൽപര്യമുള്ള ഉപഭോക്താക്കൾ അവരുടെ തൊട്ടടുത്ത കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റർമാരെ സമീപിക്കുകയോ 9446004064 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്താൽ കെവി സോളാറിന്റെ സേവനം ലഭ്യമാകുന്നതാണ്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.